ഒരു സ്ഥാപനത്തിൽ മാനേജരും അക്കൗണ്ടൻറ്റുമായി സാധാരണ നിയമിക്കുന്നത് ആരെയാണ്? ഏറ്റവും വിശ്വസ്തരായ ആളുകളെ ആയിരിക്കുമല്ലേ? അങ്ങനെയുള്ള ആളുകൾ വിശ്വാസവഞ്ചന കാണിച്ചാലോ അതാർക്കെങ്കിലും പൊറുക്കാൻ പറ്റുമോ? വയനാട്ടിൽ 3 സ്വകാര്യ കമ്പനികളിൽ നിന്നായി 1 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ മുൻ അക്കൗണ്ടൻ്റ് ഉൾപ്പെടെ 3 പേർ പിടിയിലായി. അക്കൗണ്ടൻ്റായിരുന്ന ബത്തേരി സ്വദേശി പ്രവീൺ, സുഹൃത്തുക്കളായ വടക്കനാട് സ്വദേശി ബേസിൽ വർഗീസ്, പുന്നശ്ശേരി സ്വദേശി അശ്വിൻ രാജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കള്ളത്തരം പിടിക്കപ്പെട്ടതോടെ 35 ലക്ഷം രൂപ പ്രവീൺ തിരിച്ചടച്ചെങ്കിലും കമ്പനി ഉടമ പോലീസിൽ പരാതി നൽകിയതോടെയാണ് തട്ടിപ്പ് സംഘത്തിന് പിടിവീണത്. ജനുവരി മുതൽ 2025 മാർച്ച് വരെയുള്ള കാലയളവിൽ ബത്തേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികളിലാണ് തട്ടിപ്പ് നടന്നത്. 3 കമ്പനികളുടെയും അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് പ്രവീണായിരുന്നു. യഥാർത്ഥ തുകയേക്കാൾ കൂടിയ തുക GSTയിൽ അടച്ചതായി വരുത്തി ഉടമയെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. കൂടിയ തുകയാണ് അടയ്ക്കാനുള്ളതെന്ന് കാണിച്ച് ചെക്ക് വാങ്ങി GSTയിലേക്ക് അയക്കാനുള്ള തുക അടയ്ക്കുകയും കൂടിയ തുക സുഹൃത്തുക്കളായ ബേസിൽ വർഗീസ്, അശ്വിൻ രാജ് എന്നിവരുടെ അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ 70 ലക്ഷം രൂപയോളം തട്ടിയെടുത്തു. കൂടാതെ തൊഴിലാളികളുടെ PF, ESI എന്നിവ തിരിമറി നടത്തുകയും ചെയ്തു. ഒരു തൊഴിലാളിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായി വന്ന പണം ESI അക്കൗണ്ടിന് പകരം സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് ലഭിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. ഇത്തരത്തിൽ 1.16 കോടി രൂപയാണ് തട്ടിയെടുത്തതെന്ന് പോലീസ് അറിയിച്ചു. കള്ളത്തരം പിടിക്കപ്പെട്ടതോടെ 35 ലക്ഷം രൂപ ഇയാൾ തിരിച്ചടയ്ക്കുകയായിരുന്നു. തുടർന്നാണ് ഉടമ പോലീസിൽ പരാതി നൽകിയത്. ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.